ഹായ് ഡിയർ സ്റ്റുഡൻസ്. സോ നമ്മളൊരു വലിയ അനൗൺസ്മെന്റുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അതെ, എല്ലാവരും പ്ലസ് ടു ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് അടുത്ത കാര്യത്തിനായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നാണ് വിചാരിക്കുന്നത്. അതെ അതെ. അപ്പൊ നമ്മുടെ കീമുമായി ബന്ധപ്പെട്ട് ഒത്തിരി അപ്ഡേറ്റ്സും ഒത്തിരി മാത്സുമായി റിലേറ്റഡ് ആയ ചില നോട്ട് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ഞങ്ങൾക്ക്. അതിനാണ് ഇക്ബാൽ സാർ ഇന്ന് എന്നോടൊപ്പം വന്നിരിക്കുന്നത്. സോ ദ ബിഗ്ഗസ്റ്റ് അനൗൺസ്മെന്റ് എൻ ഗെയിം, സൈലത്തിന്റെ ഏറ്റവും ഡിമാൻഡഡ് കോഴ്സ് ആയ എൻ ഗെയിം 4.0 എഡിഷൻ ആണ്. ഒരുപാട് പുതിയ പുതിയ പ്രത്യേകതകളുമായിട്ടാണ് കീമിന് തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയൊരു പ്രത്യേകതയോടുകൂടിയാണ് ഈ വർഷം കീമ് നടക്കാൻ പോകുന്നത്. സോ അതിന് നമ്മൾ ആദ്യമേ മുൻകരുതൽ എടുത്തിട്ട്, സത്യം പറഞ്ഞാൽ ഈ വർഷം പ്ലസ് ടു എഴുതുന്ന കുട്ടികൾ വളരെ ഭാഗ്യമുള്ള കുട്ടികളാണ്. അതായത് ഈ സാധാരണ കീമ് ഏപ്രിൽ മാസത്തിൽ 3rd വീക്കിലാണ് നടക്കാറ്. ഇപ്പൊ ഈ വർഷം നടക്കാൻ പോകുന്നത് ജൂണിലെ ഫസ്റ്റ് വീക്കിലാണ് കീമ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കിട്ടുകയാണ്, പഠിക്കാൻ വേണ്ടി എക്സ്റ്റൻഡ് ടൈം കിട്ടുകയാണ്. എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയത് കോവിഡ് വന്ന ആ ഒരു വർഷത്തെ എക്സാം ചെയ്ത ഒരു ഇതാണ്. അപ്പൊ ഇപ്രാവശ്യം കീമില് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വേറൊരു കാര്യം കൂടെ നമ്മൾ പോയിന്റ് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം ഒരുപാട് കിട്ടുകയും ചെയ്തു, സിലബസിൽ കാര്യമായിട്ടുള്ള ഒരു റിഡക്ഷൻ വരികയും ചെയ്തു. അപ്പൊ 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് ഒക്കെ മാക്സിമം യൂസ് ചെയ്യണം. അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുതരാം. യെസ്. അപ്പൊ കീമ 2024 എങ്ങനെ ആയിരിക്കും, എന്തൊക്കെയാണ് മുൻ വർഷങ്ങളിൽ നിന്നുള്ള വ്യത്യാസം, അതും ഫുൾ പിക്ചർ നമുക്കില്ല. ഇപ്പോഴും നമ്മുടെ പത്രവാർത്തനെ ബേസ് ചെയ്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, യെസ്, ഇത് ഇപ്രാവശ്യം അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആവുകയാണ്. അത് കഴിഞ്ഞ വർഷം നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തിരുന്നു. അടുത്ത വർഷം കീം CBT ആവാനുള്ള ചാൻസ് ഉണ്ട്. സാറിന് ഒരു തവണ ലൈവിൽ പറഞ്ഞു. അതെ. അത് മാത്രമല്ല, നമ്മള് ആക്ച്വലി കഴിഞ്ഞ വർഷം ജെഇ ജെയുടെ പ്രിപ്പറേഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കീമിനും കൂടി എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഓൾ കേരള ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം CBT ആവുന്ന സമയത്ത് സാറേ, മോക്ക് എക്സാമുകൾ CBTയിൽ തന്നെ സിസ്റ്റത്തിന്റെ മുന്നിൽ ഇരുന്ന് പല വിഷയങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട കാര്യം, കമ്പ്യൂട്ടറുമായിട്ടുള്ള ഒരു യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പൊ ഒരു മോക്ക് എക്സാം എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കമ്പ്യൂട്ടർ മുന്നിൽ ഇരുന്ന് ഒരുപാട് കുട്ടികളൊപ്പം കോമ്പീറ്റ് ചെയ്ത ഒരു പരീക്ഷ എന്നുള്ള ഒരു വലിയ ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം മീൻസ് ഈ അക്കാഡമിക് ഇയറിൽ, കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ നമ്മൾ ഓൾ കേരള ബേസ്ഡ് എല്ലാ ജില്ലകളിലും ഇത്രയും അധികം കുട്ടികൾക്ക് എക്സാം എഴുതാനുള്ള സൗകര്യം സാറേ സൈലം അല്ലാതെ വേറെ ആരും ചെയ്തിട്ടില്ല. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും അതിന് അറ്റംപ്റ്റ് പോലും ചെയ്തിട്ടില്ല. സക്സസ്ഫുള്ളി നമ്മൾ 4 GIB നടത്തി. അതേ കരുതലും അതേ സിസ്റ്റവും തന്നെയാണ് കീമില് എൻ ഗെയിം എഴുതാൻ വരുന്ന കുട്ടികൾക്കും എൻ ഗെയിമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്ന കുട്ടികൾക്കും നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മുന്നേ 2 പേപ്പറായി നടന്നിരുന്ന എക്സാം, മുന്നേ മാത്തമാറ്റിക്സിന് ഒരു പേപ്പറും ഫിസിക്സ് കെമിസ്ട്രിക്ക് ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിൽ നിന്ന് മാറി ഒരൊറ്റ സിംഗിൾ പേപ്പർ ആവാൻ പോവാണ്. അതേപോലെ തന്നെ സർ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് 1 ലക്ഷത്തിന് മേലെ ആളുകൾ ജെഇ നടക്കുന്ന പോലെ പല ഷിഫ്റ്റുകളായിട്ടാണ്. അതിൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മീൻസ് എക്സാം നടക്കുന്നത് ജൂൺ 1 മുതൽ ജൂൺ 9 വരെ. ഫസ്റ്റ് ഷിഫ്റ്റ് ജൂൺ 1 അതിന്റെ ഇടയിലായിരിക്കും എക്സാം നടക്കുക. അതെ, സാധാരണ കീമിന് കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ 240 ക്വസ്റ്റ്യൻ, 120 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതിൽ 120 മാത്തമാറ്റിക്സ് ആണ്. അതേ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒറ്റ സിംഗിൾ പേപ്പർ ആയിരിക്കും. നമുക്ക് ഇപ്പോഴുള്ള ഇൻഫർമേഷൻ പ്രകാരം ഒരു 150 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 3 മണിക്കൂർ പേപ്പർ ആയിരിക്കും. അതിന് ഈ പറഞ്ഞ പോലെ 3:2:5 റേഷ്യോയില് ഫിസിക്സ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ മാത്സിലായിരിക്കും. പകുതി ക്വസ്റ്റ്യൻ മാത്സില്, പിന്നെ ബാക്കിയുള്ള പകുതി 3:2 റേഷ്യോയിൽ എന്തായിരിക്കും നമ്മള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ കൂടുതൽ അപ്ഡേറ്റ്സിന് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് cee.kerala.gov.in നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം ഇതുവരെ വന്നിട്ടുള്ള പത്രവാർത്തകളും ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സും ആണ്. ഇതുവരെ ഇതിന്റെ നോട്ടിഫിക്കേഷനോ ബ്രോഷറുകളോ കാര്യങ്ങളോ കൂടുതൽ ഇൻഫർമേഷനുകളോ ഒന്നും നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഇല്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന വേറെ 2 കാര്യങ്ങൾ കൂടി എന്താണെന്ന് വെച്ചാല്, നമ്മൾ കഴിഞ്ഞ വർഷത്തെ 5 ഓപ്ഷനുള്ള പേപ്പർ ആയിരുന്നു. അപ്പോ അത് മാറുമോ, 5 ഓപ്ഷൻ ഉള്ളത് തന്നെയായിരിക്കും 4 ഓപ്ഷൻ ഉള്ളതെന്നിൽ ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, 150 ആയിരിക്കും എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൺഫർമേഷൻ വന്നിട്ടില്ല. വൈകാതെ തന്നെ അത് വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ അതിന്റെ തയ്യാറെടുപ്പിലാണ്. അതേപോലെ തന്നെ സിലബസ് നമ്മൾ റിഡ്യൂസ്ഡ് സിലബസ് ആയിരിക്കും. കാരണം ഇപ്രാവശ്യം ജെഇന്റെ സിലബസ് റിഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അത് തന്നെ ആവും തന്നെയാണ്. അതെ, നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ജെഇക്ക് ഇല്ലാത്ത ഒരു
ടോപ്പിക്സോ അല്ലെങ്കിൽ ഒരു ഭാഗമോ കീമിന് മാത്രമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് തോന്നുന്നില്ല. അപ്പൊ അത് സിലബസ് അത്രയും കുറവ് തന്നെ ആയിരിക്കും. എല്ലാ സിലബസും സ്റ്റേറ്റ് സിലബസിന്റെ ബോർഡ് എക്സാമിന്, CBSE ബോർഡ് എക്സാമിന്, JEE ഒക്കെ റെഡ്യൂസ്ഡ്, നീറ്റിനൊക്കെ റെഡ്യൂസ്ഡ് സിലബസ് ആണല്ലോ. അപ്പൊ അതേ സിലബസ് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 90% അങ്ങനെ തന്നെ ആയിരിക്കും. യെസ്. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഈ ചാനൽ വഴി വിടുന്നുണ്ടാവും. അപ്പൊ നിരന്തരം ഇത് സ്റ്റേ ട്യൂൺഡ് വിത്ത്, എന്താ പറയാ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ തന്നെയാണ് ഇതിൽ അപ്ഡേറ്റ്സ്. അവർക്ക് അറിയേണ്ടത് കീം എൻ ഗെയിം അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന, അവര് ജോയിൻ ചെയ്യാൻ പോകുന്ന ഈ ക്രാഷ് പ്രോഗ്രാം, റിവിഷൻ പ്രോഗ്രാം എങ്ങനെയായിരിക്കും. നമ്മൾ 2021 നടത്തി, 22 നടത്തി, 23 നടത്തി, 24 നടക്കാൻ പോകുന്ന 4th എഡിഷൻ അത്രയും റിഫൈൻഡ് ആയിട്ടാണ്. നമ്മൾ ഏകദേശം ഒരു മാസക്കാലമായി എൻ ഗെയിമിന്റെ പ്ലാനിങ്ങും എങ്ങനെ നമ്മള് ചാപ്റ്റേഴ്സ് സ്പ്ലിറ്റ് ചെയ്യണം, എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെ വലിയൊരു ഡിസ്കഷന്റെ ഒടുവിലാണ് നമ്മൾ ഇതിന്റെ ഫൈനൽ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. സോ അതിലേക്ക് നമുക്ക് കിടക്കാം. എങ്ങനെയാണ് ക്ലാസ് പോകുന്നത് നോക്കൂ. ക്ലാസ്സസ് എൻറ്റയർ സിലബസ് കംപ്ലീഷൻ അക്കോർഡിംഗ് ടു ദ കീം 2024 സിലബസ്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, നമ്മളെ എക്സ്പെർട്ട് പാനൽ അനലൈസ് ചെയ്ത ആ ഒരു സിലബസിന്റെ എങ്ങനെ എത്ര കുറഞ്ഞ സമയം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത്. അപ്പം ഡിലീറ്റഡ് ടോപ്പിക് കീമിനും കൂടെ ഡിലീറ്റ് ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 90% ഡിലീറ്റ് ചെയ്യുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്സ് നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യാന്നുള്ള രൂപത്തിലായിരിക്കും നമ്മൾ മുന്നോട്ടേക്ക് പോകുക. അപ്പൊ അഥവാ അത് ഡിലീറ്റ് ചെയ്താൽ നമുക്ക് സമയം നഷ്ടപ്പെടില്ല. ഇനി അഥവാ അതിൽ എന്തെങ്കിലും ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം അത് പഠിക്കാനുള്ള സമയം കൂടെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ് നടത്തുന്ന മോഡലാണ്. ഇതിന് വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ട്, ഒരു സ്കെഡ്യൂൾ ഉണ്ടാവും. ആ പ്ലാന് നിങ്ങൾ ഫോളോ ചെയ്യുക, അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വേറെ എവിടെയും വേറെ റിസോഴ്സസോ കാര്യങ്ങളോ ഒന്നും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. കാരണം സിലബസ്, മെറ്റീരിയല്, ഡെയിലി ക്ലാസ്സുകള്, അതിനുവേണ്ട എക്സാംസ്, യൂണിറ്റ് എക്സാംസും, അതുപോലെ സ്റ്റുഡന്റിന് ഡെയിലി എത്ര സമയം പഠിക്കാൻ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും സമയം നമ്മൾ പാക്ഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് തരുന്നത്. സോ ആ പ്ലാനിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോയാൽ മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഡെയിലി എക്സാംസ് ഡെയിലി എക്സാംസ് 30 ക്വസ്റ്റ്യന്റെ ഡെയിലി എക്സാംസ് നടക്കുന്നുണ്ട്. മൊഡ്യൂൾ വൈസ് എക്സാം ഞാൻ നേരത്തെ പറഞ്ഞു, കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മൊഡ്യൂളുകളായിട്ടാണ്. ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും മാത്തമാറ്റിക്സിലെയും ചാപ്റ്റർ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂളില് ഒരു എക്സാമിനേഷൻ 150 ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ ആയിരിക്കും. നീറ്റ് കീം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 150 ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ ഫ്രീ GIB കീം എക്സാംസ് 150 ക്വസ്റ്റ്യൻസ്, അത് CBT ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുക. എല്ലാ സ്ഥലത്തും സെന്റർ ഉണ്ടാവും. ആ രൂപത്തിലായിരിക്കും നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുക. എക്സാംസ് എഴുതുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വെരി ഇമ്പോർട്ടന്റ്. കാരണം പ്രത്യേകിച്ച് ഇപ്രാവശ്യം മോഡൽ മാറുവാണല്ലോ. അതെ. ഇത് പിന്നെ സാറേ നമ്മള് പ്ലാൻ ചെയ്ത ഓരോ ദിവസവും ഏതൊക്കെ ചാപ്റ്റർ ആണ് പഠിക്കേണ്ടതെന്ന് വെൽ ഡിഫൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് വെൽ ഇൻ അഡ്വാൻസ് തരുവാണ്. നിങ്ങളിപ്പോ വേറെ നിങ്ങളുടെ സ്വന്തം പ്ലാൻ ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ബാക്കി കംപ്ലീറ്റ് മൊഡ്യൂൾ ഉണ്ട്. പക്ഷെ ഇതിപ്പോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മളിപ്പോ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് ഷെയർ ചെയ്യും. അതിൽ ഈ സ്ലൈഡുകൾ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം, നമുക്ക് ലാസ്റ്റ് പറയാം സാർ. അപ്പൊ നോക്കൂ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ആദ്യത്തെ മൊഡ്യൂൾ, അതായത് 26-ാം തീയതി നമ്മൾ ഡേ 1 എൻ ഗെയിമിന്റെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ്, മാത്തമാറ്റിക്സിലെ ഫണ്ടമെന്റൽസ് അഥവാ ഇനീക്വാലിറ്റീസും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ കണ്ടന്റ് ബാലൻസ്ഡ് ആവുന്ന രൂപത്തിലാണ് നമ്മൾ ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് 3 കണ്ടന്റും കൂടെ നിങ്ങൾക്ക് ഓവർലോഡ് ആവാത്ത രൂപത്തിൽ. ഇപ്പൊ മാത്സിൽ കുറച്ച് കണ്ടന്റ് അധികം ആകുമ്പോൾ നമ്മൾ അത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബാലൻസ് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ മൊഡ്യൂൾസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു 5 മൊഡ്യൂള് കഴിയുന്ന സമയത്ത് നമുക്കൊരു ഹോളിഡേ ഉണ്ടാവും. പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സമയമായിട്ട് നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യുകയും ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മളുടെ മൊഡ്യൂൾ 1 എക്സാമിനേഷൻ. അങ്ങനെ ഏതൊക്കെ ദിവസങ്ങളിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്, നിങ്ങൾക്ക് ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ ഡേറ്റിലാണ് ആ ഒരു മാസക്കാലം നിങ്ങൾ എക്സാം എഴുതുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് മാത്രമല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയവും അതൊക്കെ അതിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ സെലിബ്രേഷൻ വരുന്ന ഫെസ്റ്റീവ് ഡേയ്സ് ഉണ്ടല്ലോ, ഈസ്റ്റർ വരുന്നുണ്ടാവും, വിഷു വരുന്നുണ്ടാവും, പെരുന്നാൾ വരുന്നുണ്ടാവും, അതൊക്കെ ദാറ്റ് വിൽ ബി ടേക്കൻ കെയർ. ഓക്കെ, അതൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിലുള്ള സിലബസ്, ഇതാണ് നമ്മളെ പ്ലാനാണ് നിങ്ങൾക്ക് തരുന്നത്. മൊഡ്യൂൾ 2 ഫോർ എക്സാമ്പിൾ, മൊഡ്യൂൾ 2 വരുന്ന ഡേ 8 മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഡേ 8 ആയിട്ടുണ്ട്. അവളെ EMI and AC, കോർഡിനേഷൻ കോമ്പൗണ്ട്, സീക്വൻസ് ആൻഡ് സീരീസ്. ദെൻ അടുത്ത ഡേ 10 ആറ്റംസ്, ന്യൂക്ലിയർ, GOC. ആ രൂപത്തിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകും. അവിടെ എക്സാമിന്റെ ഡേറ്റും നിങ്ങൾക്ക് കാണാം. സോ ബാക്കി ഓരോരോ മൊഡ്യൂളുകൾ ആ രൂപത്തിലുണ്ട്. നിങ്ങളെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇത് വരുന്നതാണ്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് അത് നമ്മള് ഇതില് കൂടുതലായിട്ട് പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, GIB ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നീറ്റിന് ഒരുപാട് വർഷങ്ങളായിട്ട് സൈലം നടത്തുന്നുണ്ട്. കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ നീറ്റ് ആസ്പിറൻസും അപ്പിയർ ചെയ്യുന്ന അല്ലെ GIB എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഫസ്റ്റ് എവർ കേരള എഡിഷൻ നമ്മൾ എന്ത് ചെയ്തു, JEEക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. അപ്പൊ ആ ഒരു സംഭവം നമ്മൾ കീമിന് വേണ്ടിയിട്ട് നോക്കിക്കോ, കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കീം ആസ്പിറൻസും എഴുതാൻ പോകുന്ന നിങ്ങളുടെ റിയൽ പെർഫോമൻസ് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. കാരണം
ഇത് അൾട്ടിമേറ്റ്ലി മൾട്ടിപ്പിൾ ഷിഫ്റ്റിൽ നടക്കുമ്പോൾ പെർസെന്റേലും മറ്റു കാര്യങ്ങളും ഇതൊക്കെയാണ് വരാൻ പോണത്. മാർക്കിനേക്കാൾ ഉപരി ഒരു പെർസെന്റേലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും സാധാരണ. ഇത് ആക്ച്വലി നമ്മള് സൈലം എൻ ഗെയിമിലുള്ള സ്റ്റുഡൻസിന് മാത്രമല്ല, കേരളത്തിലെ ഏത് നീറ്റ് ആസ്പിരന്റിനും ഈ എൻ ഗെയിം GIB എൻ ഗെയിമിന്റെ ഭാഗമായി നമ്മൾ നടത്തപ്പെടുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് GIB എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെ ഒട്ടുമിക്ക കുട്ടികൾ പല സ്ട്രീമിലുള്ള പല CBSE സ്റ്റേറ്റ് പല സ്ട്രീമിലുള്ള കുട്ടികൾക്കൊപ്പം നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഒരു റിയൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ പൊസിഷൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നിങ്ങളെ സൈലത്തിന്റെ എൻ ഗെയിമിന്റെ ഭാഗമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ കുട്ടികളെ കൂടെ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് വരുന്നത്. അതും റിഗറസ് പ്രിപ്പറേഷനിൽ കൂടെ കടന്നു പോയതിനു ശേഷം. ദെൻ മാർച്ച് 25 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടാവും. എങ്ങനെ പഠിക്കണം എങ്ങനെയുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കും. എസ്പെഷ്യലി മാത്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ മാത്സ് ആണല്ലോ ഒരു കോർ സബ്ജക്ട് ആയിട്ട് കീമിന് വരുന്നത്. അതെങ്ങനെ ജെയുടെ സ്ട്രാറ്റജി അല്ല കീമിന്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കീമിന് ക്വസ്റ്റ്യൻ എണ്ണം കൂടുതലായിരിക്കും, ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽട്ടി കുറച്ച് ജെയിനേക്കാളും കുറവായിരിക്കും. ഇപ്പൊ നമുക്കറിയാം ജെയില് വരുന്നത് നമ്മള് 3 മണിക്കൂർ പരീക്ഷയിൽ 75 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. പക്ഷെ കീമിലേക്ക് വരുമ്പോൾ 150 ആവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഡിഫിക്കൽറ്റിയിലുള്ള ആ പ്ലാനുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിഞ്ഞിരുന്നതാണ്. ദെൻ ഇതിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. 4999 ഇതിനേക്കാൾ അഫോർഡബിൾ ആയിട്ടൊരു ക്രാഷ് പ്രോഗ്രാം കേരളത്തിൽ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. ദെൻ ഇതിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എഴുതി പഠിപ്പിക്കുന്നത്, അതായത് നിങ്ങളെ ഓരോ കാര്യങ്ങളും പ്രോബ്ലംസ് ആണെങ്കിലും ഷോർട്ട് കട്ട് ആണെങ്കിലും ഇക്വേഷൻസ് ആണെങ്കിലും ചെറിയ നോട്ടുകളാണെങ്കിലും ടീച്ചേഴ്സ് ഹാൻഡ് റിട്ടണിൽ എഴുതി പഠിപ്പിക്കുന്ന ആ സ്ലൈഡ് നിങ്ങൾക്ക് നിങ്ങളുടെ എൻറ്റയർ കോഴ്സ് കഴിയുന്നവരെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു സ്ലൈഡ്സ് ഒരു മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാവുന്ന, റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ അടക്കമാണ് ഈ 4999 എന്ന് പറയുന്ന പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കോഴ്സ് എന്ന് പറയുന്നത്. സോ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. ദെൻ ഇതല്ലാതെ സ്വയം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും മൈൻഡ് മാപ്പ്, എസ്പെഷ്യലി മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്, മൈൻഡ് മാപ്പിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക്, സൈലത്തിലെ സ്റ്റുഡൻസുകൾക്കും സൈലവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും മൈൻഡ് മാപ്പിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും. കാരണം നമ്മുടെ ഒരു ഗോൾഡൻ ഷീറ്റ് ഓഫ് പേപ്പർ ആണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. എല്ലാ ഫിസിക്സ് കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റും ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പറിൽ അത് അറേഞ്ച് ചെയ്ത് തരുന്നതിനാണ് നമ്മൾ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രിന്റഡ് ബുക്സുകൾ, കാര്യങ്ങൾ, മെറ്റീരിയൽ, നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രിന്റഡ് ബുക്സ്. അപ്പൊ ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ അതിൽ QR കോഡ് ഉണ്ട്. സ്കാൻ ചെയ്ത നേരെ നിങ്ങൾക്ക് അതിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിലെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉടനെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ടാവും. അപ്പൊ ഈ സ്ലൈഡ് നോക്കുക, ഇതിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. നമ്മള് ഒരു ക്ലാരിറ്റി കൂടെ വരുത്താം. 4999 എന്ന് പറയുന്നത് വിത്തൗട്ട് ബുക്ക് പ്രിന്റഡ് മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ വിച്ച് മീൻസ് നിങ്ങൾക്ക് എഴുതി പഠിപ്പിക്കുന്ന സ്ലൈഡ്സ് നിങ്ങൾക്ക് അതോടൊപ്പം കിട്ടുന്നതാണ്. അത് ഈ 4999 ഇൻക്ലൂഡഡ് ആണ്. അതല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ പുറത്തുനിന്ന് ബുക്ക് പർച്ചേസ് ചെയ്യാറുണ്ടല്ലോ സാധാരണ, എക്സ്ട്രാ പബ്ലിഷേഴ്സിന്റെ ബുക്ക്. പക്ഷെ അതിന് പകരമായിട്ട് നമ്മളെ ക്ലാസ്സിനനുസരിച്ച് തന്നെയുള്ള, ക്ലാസ്സിലെടുത്ത കണ്ടന്റിന് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിന്റെ 3 ബുക്സ്, അത് വിത്ത് പ്രിന്റഡ് മൈൻഡ് മാപ്പ് 1000 rupees എന്ന് പറയുമ്പോൾ നോർമലി നിങ്ങൾ ബുക്ക് പർച്ചേസ് ചെയ്യുന്ന അതേ ഒരു കോസ്റ്റ് അതിന് വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് അത് വേണ്ട. നമ്മൾ ഇത് രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ എമൗണ്ട് ആവും. അപ്പൊ മെറ്റീരിയൽ ഇല്ലാതെ പഠിക്കേണ്ട കുട്ടികൾക്ക്, താല്പര്യമുള്ളവർക്ക്, അതുകൊണ്ടാണ് നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നത്. അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്യും. കൂടുതൽ സമയമുള്ളവർക്ക് അതിനനുസരിച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ആലോചിച്ച് ഡിസൈഡ് ചെയ്യാം മെറ്റീരിയൽ വേണോ വേണ്ടോ എന്നുള്ളത്. ദെൻ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി. അപ്പൊ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഓൾറെഡി അതിൽ എന്തുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് അതിൽ ജോയിൻ ചെയ്യുക. കാരണം നമ്മളെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ അതെല്ലാം എവറി അപ്ഡേറ്റ്, അതിപ്പം എക്സാംസിന്റെ സ്കെഡ്യൂളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും കീമിന്റെ ജനറൽ ഇൻഫർമേഷൻ ആണെങ്കിലും എക്സാം ഇനിയിപ്പോ അപ്ഡേറ്റുകൾ ഒത്തിരി വരാനുണ്ട്. സോ ആ ഇൻഫർമേഷൻസ് അന്വേഷിച്ച് നിങ്ങൾ എങ്ങോട്ടും പോകണ്ട, പത്രക്കുറിപ്പ് അന്വേഷിക്കേണ്ട, വേറെ മറ്റ് ന്യൂസ് ചാനലിലേക്ക് ഒന്നും പോകേണ്ടതില്ല. ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. ഒരു ക്ലിക്കിന്റെ ഇതേ ഉള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് വളരെ കൂടുതലാണ്. കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളും കാര്യങ്ങളും മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. യെസ്, അഡ്മിഷനായി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് സെഷനിൽ നിങ്ങൾക്ക് ഈ അഡ്മിഷൻ എടുക്കാവുന്ന നമ്പറും മറ്റു ഡീറ്റെയിലുകളും ലിങ്കുകളൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് അഡ്മിഷൻസ് കൺഫേം ചെയ്യാം. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു സാറേ ഇവർക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കീമിന് പഠിക്കാൻ ഒരുപാട് സമയം കിട്ടുവാണ്. ഓക്കെ, 2 മാസത്തിൽ കൂടുതൽ സമയം നമ്മുടെ കയ്യിൽ വരുവാണ്. അപ്പൊ +2ന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കീം ക്രാക്ക് ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. കീം ക്രാക്ക് ചെയ്താൽ കേരളത്തിലെ ഒരുപാട് നല്ല ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ടോപ്പ് ബ്രാഞ്ചുകളിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പൊ നമ്മള് MBBS നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്
നമുക്ക് എന്ത് ചെയ്യാം, ഇത് 4 വർഷം കൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി വരുവാണ്. ഓക്കെ, അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. MBA ചെയ്യണമെങ്കിൽ MBA ചെയ്യാം, ഓൺട്രപ്രണർ ആവാം, എന്ത് മേഖലയിലേക്ക് പോവാം, മാസ്റ്റേഴ്സ് ചെയ്യാം, ഓക്കെ, അത് വേണമെങ്കിലൊക്കെ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ ഹയർ ആസ്പിറേഷൻസ് ഉള്ളവർ എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് മേ ബി ജെയിനെ ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കാം. ബട്ട് കീമ് മാത്രം ഇപ്പോൾ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം +2 കൂടെ തന്നെ നല്ലൊരു റാങ്ക് നേടിയെടുക്കാനുള്ള ഒരു സമയം കാര്യങ്ങളും ഒക്കെ അവർക്ക് ഇട്ടിട്ടുണ്ട്. അതിനുള്ള കൃത്യമായുള്ള ഒരു പ്രിപ്പറേഷൻ കൂടിയാണ് നമ്മൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോ ഇനി നമ്മളെ ക്ലാസ്സിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. Be ready guys. Okay, see you. Bye.